ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ കുക്കിംഗ് യമ്മി ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സൗത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഒന്നായിട്ടുള്ള ഇഡ്ഡലി സാമ്പാറും ചട്നിയുമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഇഡ്ഡലിയും അതുപോലെ തന്നെ പച്ചക്കറികളൊന്നും ചേർക്കാണ്ട് തക്കാളിയും പരിപ്പും തക്കാളിയും ഇട്ടിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കോക്കനട്ട് ചട്നിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പച്ചക്കറികളെല്ലാം ചേർത്തിട്ട് വളരെ വേഗത്തിൽ കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന, ഒറ്റ വിസിലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയുടെ മാവ് ആദ്യം തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് അളവിൽ ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി റൈസ് ഇല്ല എങ്കിൽ പച്ചരിയാണ് ഉള്ളതെങ്കിൽ 2 കപ്പ് എടുത്താൽ മതിയായിരിക്കും, അതായിരിക്കും ടേസ്റ്റ്. ഇഡ്ഡലി റൈസ് ആണെങ്കിൽ 3 കപ്പ് എടുത്താലും കുഴപ്പമില്ല. 3 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉഴുന്നിലേക്ക് 1 ടീസ്പൂൺ ഉലുവായും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഉലുവ ചേർക്കാണ്ട് നമുക്ക് ഇത് തയ്യാറാക്കാം. ഉലുവ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നമുക്ക് ഇത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ആദ്യം പച്ചരി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പച്ചരി കഴുകുമ്പോൾ നമ്മൾ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് തന്നെ ആ വെള്ള കളർ മാറി വരുന്ന രീതിയിൽ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഒരു 4 പ്രാവശ്യമൊക്കെ നന്നായിട്ട് തന്നെ പച്ചരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. പച്ചരി ഒരു 5 മണിക്കൂർ സമയമാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ഉഴുന്ന് കഴുകിയെടുക്കാം. ഉഴുന്ന് കഴുകിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം മാത്രം ഉഴുന്ന് കഴുകിയാൽ മതി. കൂടുതലായിട്ട് അതിലുള്ള ആ ഒരു പത പോലെ വരുന്നില്ല, അതൊന്നും അധികം കഴുകി കളയരുത്. 2 പ്രാവശ്യം മാത്രം പതുക്കെ ഒന്ന് ഒലച്ചൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഇഡ്ഡലി നല്ല സ്പോഞ്ച് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള ആദ്യത്തെ ഒരു ടിപ്പാണ് ഇത്. എല്ലാവർക്കും അറിയാം, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ 2 പ്രാവശ്യം കഴുകിയെടുത്ത ശേഷം ആ ഉഴുന്നിൽ നിറയെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. നമ്മൾ ഈ ഒരു മാവ് മുഴുവനും അരച്ചെടുക്കുന്നത് ഉഴുന്ന് നമ്മൾ കുതിർത്ത വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു മാവ് മുഴുവനായിട്ട് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉഴുന്ന് നമ്മൾ കൂടുതൽ വെള്ളത്തിൽ വേണം കുതിർത്ത് വയ്ക്കാൻ. അപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കുതിർത്ത വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഇഡ്ഡലിയുടെ ബാറ്റർ മുഴുവനും അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളം കളയുന്നില്ല, വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. പച്ചരിയുടെ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ പച്ചരി എടുക്കുന്നത് കേട്ടോ. അപ്പം ഉഴുന്നിൻ്റെ വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ഉഴുന്നിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് 1 പ്രാവശ്യമായിട്ടോ അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് ഉഴുന്ന് അരച്ചെടുക്കാം. 1 കപ്പ് ഉഴുന്നല്ലേ ഉള്ളൂ, അപ്പം ഒറ്റ പ്രാവശ്യം തന്നെ ഇട്ട് അരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉഴുന്നരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അധികം വെള്ളം ഒഴിക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വടക്കൊക്കെ അരച്ചെടുക്കില്ല, ആ ഒരു രീതിയിൽ ഇച്ചിരി കട്ടിക്ക് തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് ആ അരച്ചെടുത്തിരിക്കുന്ന ഉഴുന്നിനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അധികം വെള്ളം ചേർക്കാണ്ടാണ് ഈ ഒരു ഉഴുന്ന് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരിയുടെ വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചരി ചേർക്കുമ്പോൾ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇതൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നേരത്തെ നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളത്തിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് പച്ചരിയും നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ആ അരച്ചെടുത്തതിനെ നമ്മൾ നേരത്തെ ഉഴുന്ന് തട്ടി വെച്ചില്ലേ, ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പച്ചരിയും കൂടി ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചരി അരിക്കാൻ നേരത്തെ ചെറിയൊരു തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ കിട്ടുള്ളൂ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പച്ചരിയും ഉഴുന്നും അരച്ച ഒരു കൂട്ടുണ്ടല്ലോ, അത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒരു 3 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. ഒരു 3 മിനിറ്റ്, കുറഞ്ഞതൊരു 3 മിനിറ്റ് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഉഴുന്നൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുക വേണം. അതുമാത്രമല്ല നല്ല സ്പോഞ്ച് പോലെ നമ്മുടെ ഇഡ്ഡലി വരുന്നത് ഈ ഒരു സ്റ്റെപ്പ് മിസ്സാക്കാണ്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഉഴുന്ന് നമ്മൾ അരയ്ക്കാൻ നേരത്ത് അധികം വെള്ളം ചേർക്കാണ്ട് ഇത്തിരി തിക്കായിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ അരി അരച്ചപ്പോൾ ഇച്ചിരി ലൂസായിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 8 മുതൽ 10 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ ഓവർനൈറ്റ് വയ്ക്കുകയാണ്. അപ്പോൾ ഇതാ നേരം വെളുത്തിട്ടുണ്ട്. നമുക്ക് മാവൊന്ന് നോക്കാം. മാവ് നല്ല രീതിയിൽ വീർത്തൊക്കെ വന്നിട്ടുണ്ട്, കണ്ടല്ലോ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ മാവ് നമ്മൾ മുഴുവനോടെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇരിക്കും തോറും അത് പുളിച്ച് വരും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് അതിൽ സെപ്പറേറ്റ് ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിവിടെ ഇരുന്നോട്ടെ. നമുക്കിനി സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരു 1/4 കപ്പ് ചെറുപയർ പരിപ്പും 1/2 കപ്പ് തുവരപ്പരിപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മളിത് കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പം പരിപ്പിനെ കഴുകിയെടുത്ത പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 10-12 ചെറിയ ഉള്ളി 2ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താലും മതി. ഒരു ചെറിയ സവാള എടുത്താൽ മതി. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു 4 തക്കാളി ഒന്ന് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൊമാറ്റോ സാമ്പാറാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ചേർത്തിട്ടുണ്ട്. കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ പീസ് കട്ടക്കായവും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണുള്ള വെളിച്ചെണ്ണ ചേർത്താൽ മതി. ഞാനിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം പരിപ്പും തക്കാളിയും മാത്രം ചേർത്തിട്ടുള്ള ഒരു സാമ്പാറാണ്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം, ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാവുന്ന നേരം കൊണ്ട് നമുക്ക് ഇഡ്ഡലി ഒന്ന് വേവിക്കാനായിട്ട് ആവി കയറാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ മുഴുവനോടെ ഉപ്പ് ചേർക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ മുഴുവനോടെ ഉപ്പ് ചേർത്താൽ അത് പെട്ടെന്ന് മാവ് പുളിച്ചു പോകും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്കാണ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പം ഈ ഒരു ബാറ്ററി നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കാം. ഇച്ചിരി ലൂസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് ഇഡ്ഡലി വീർത്ത് വരും. ഇഡ്ഡലി ആവി കയറ്റി കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ വീർത്ത് വരും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇഡ്ഡലി തട്ടിൽ ബട്ടറോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ തട്ടിലേക്കും ഇതിൻ്റെ ഒരു പകുതി അളവിൽ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കിയുള്ളത് നന്നായിട്ട് വീർത്ത് വന്നോളും. അപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായി തിളച്ച ശേഷം നമുക്ക് ഈ തട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നീട് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുത്താൽ മതി. അതിനുശേഷം തീ ഓഫാക്കിയിട്ട് തട്ടെടുത്ത് താഴെ എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്കെടുക്കാം. നമ്മുടെ കുക്കർ വിസിലൊക്കെ വന്ന് ഞാനൊരു 3 വിസിൽ കഴിഞ്ഞ് തീ ഓഫാക്കിയിട്ടിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ചീനച്ചട്ടിയിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. വീഡിയോ പിടിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി മാറ്റുന്നതേ ഉള്ളൂ. കുക്കറിൽ തന്നെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ആ പരിപ്പൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നോട്ടെ. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് എത്രത്തോളം വെള്ളം വേണം, എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 കപ്പോ 2.5 കപ്പോ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് വേണം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് താളിച്ചിടാം. ഇതിനായിട്ട് ഞാനൊരു പാൻ ചൂടാൻ വെച്ച് ഇതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 നുള്ള് നല്ല ജീരകവും ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. കൂടെ 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തീ ഓഫാക്കിയിടാം. നമ്മൾ താളിപ്പ് സാമ്പാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിതിൻ്റെ കൂടെ 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. തക്കാളി മാത്രം ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ സാമ്പാറാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇഡ്ഡലി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ആ തട്ടിൻ്റെ ചൂട് കൊണ്ട് തീരെ അങ്ങ് ഹാർഡായിട്ട് പോവാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് തണുത്ത് വരും. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് തണുത്ത ശേഷം ജസ്റ്റ് ഇതുപോലെ ഇടിയിക്കുമ്പോൾ തന്നെ തട്ടിൽ നിന്ന് അങ്ങ് വിട്ട് വന്നോളും.
അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഇഡലിയൊക്കെ വേണ്ടത് കേട്ടോ. നടുഭാഗം ചെറുതായിട്ടൊന്ന് വേർത്ത് ഈ ഒരു സൈഡൊക്കെ പരന്നിരിക്കുന്ന ഒരു മോഡലിലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്കൊരു നാളികേര ചമ്മന്തിയും കൂടി ഉണ്ടാക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള നാളികേരം പകുതി ചെറുകി എടുത്തിട്ടുണ്ട്. ഒരു 3-4 ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് മുതൽ ഒരു 3/4 കപ്പ് വരെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ അരച്ചെടുത്തിലേക്ക് ഇനി താളിച്ചും കൂടി ഒഴിച്ചാൽ മതി. അപ്പോൾ താളിക്കാനായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വെച്ചു. ചൂടായി വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ 2-3 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 2 കറിവേപ്പിൻ്റെലും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ നാളികേരം അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള നാളികേര ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡലിയും നല്ല അടിപൊളി കോക്കനട്ട് ചട്നിയും, അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികളൊന്നും ചേർക്കാണ്ട്, അധികം പച്ചക്കറികളൊന്നും ചേർക്കാണ്ട് തക്കാളി മാത്രം ചേർത്തിട്ട് നല്ല കിടിലനായിട്ടുള്ളൊരു സാമ്പാറും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കുക ഈ ഒരു രീതിയിൽ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നേക്കല്ലേ. താങ്ക്